ഹായ്, ഞാൻ ഷീമ. അപ്പോൾ ഇന്ന് പകൽ നല്ലൊരു പണിയായിരുന്നു. ചെടിയുടെ സ്റ്റാൻഡ് ഒന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ടായി. സിംസണാണ് കേട്ടോ എനിക്ക് പെയിൻറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ 2 കൂട്ട് പെയിൻ്റൊക്കെ അടിച്ച് എനിക്ക് കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാനിരുന്ന് ചെടിയുടെ മണ്ണൊക്കെ മാറ്റി പുതിയ വളങ്ങളൊക്കെ ചേർത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അറേഞ്ച് ചെയ്യൽ ഇത്തിരി പണിയാണ്. വെയിലത്ത് നിന്നുള്ള പണിയായത് കാരണം ആകെ ഒന്ന് ക്ഷീണമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ചിലവരെന്നെ പുച്ഛത്തോടു കൂടി നോക്കാറുണ്ട് കാണുമ്പോൾ. ഇത്രയും ചെടിയൊക്കെ വളർത്തായിരിക്കും ഭ്രാന്തണ്ടാന്നൊക്കെ നോക്കണ വിധത്തിൽ ചോദിച്ചില്ലെങ്കിൽ ആ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സന്തോഷം ഇതൊക്കെ തന്നെയാണ്. ചെടി വളർത്തുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇതേപോലെ അറേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നല്ല പണിയുണ്ട്. ഇപ്പോൾ രാവിലെ തുടങ്ങി നിന്ന് നമ്മൾ ചെയ്താൽ മാത്രമേ ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ചെടി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇത്രയും ഭംഗിയിൽ നമ്മളെല്ലാം സൂക്ഷിച്ച് അറേഞ്ച് ചെയ്യണതല്ലേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫ്ലോറൊക്കെ ഒന്ന് കഴുകിയിടാനുണ്ടാവും. പിന്നെ ചെടിയെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ബെൽ ബട്ടണും അതേപോലെ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്നും കൂടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി ഇട്ടോളൂ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ പള്ളിയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ആ വഴി എനിക്കൊരു ചെരുപ്പ് കൊടുക്കാനുണ്ടായി. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഹീലിൻ്റെ ഉള്ളിൽ നിന്ന് ആ പീസ് പോയി. അപ്പോൾ ചെരുപ്പ് കടയിൽ കൊടുത്ത് അതൊന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. അങ്ങനെ പള്ളിയിൽ പോകാൻ റെഡിയായി. ചെരുപ്പെടുത്ത് കവറിലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച് കയ്യിൽ തന്നെ വെച്ചില്ലെങ്കിൽ പിന്നെ വണ്ടിയിൽ വെച്ചാൽ മറന്നു പോകും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നുക. അടച്ചത് പിന്നെയും തുറന്നിട്ട് ഞാൻ പോയി ഒന്ന് കിച്ചണിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത്. എപ്പോഴും ഒരു ടെൻഷനുള്ള കാര്യമാണ് ഗ്യാസ് ഓഫ് ചെയ്തു. പക്ഷെ ഞാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും എനിക്കൊരു ടെൻഷനാണ് ഗ്യാസിൻ്റെ കാര്യത്തിൽ. കറണ്ടൊന്നും അത്രയും നമുക്ക് പ്രശ്നം തോന്നാറില്ല. ഗ്യാസ് മാത്രം നല്ലൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കണ ചൂടെടുത്തിട്ടാണ് കേട്ടോ. നല്ല ചൂടുണ്ടായി ഉച്ചയ്ക്ക്. വൈകുന്നേരം എന്നിട്ട് നല്ല ആവി കൊണ്ട് ഇങ്ങനെ തിങ്ങി നിൽക്കണ പോലെ ഒരു ഫീലിംഗാണ്. അങ്ങനെ പള്ളിയിലൊക്കെ പോയി നൊവേനയൊക്കെ കൂടിക്കഴിഞ്ഞ് വന്നിട്ട് നേരെ സെൻട്രൽ മാളിൽ പോയിട്ടോ. കുറേ സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ വീട്ടിലില്ലെങ്കിലേ നമുക്ക് ഭയങ്കര ബോറിങ്ങാണ്. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങി ചുറ്റി അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് പോയി. വീട്ടിൽ വന്നു. കടയിൽ കയറാനുണ്ടായി. കടയിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാനുണ്ടായി. ഈ സാരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാനന്ന് പെയിൻറ്റ് ചെയ്താണ്. വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അങ്ങനെ ഇടയ്ക്ക് എനിക്ക് സാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോകാനായിട്ടാണ് മടി തോന്നാറുണ്ടെങ്കിലും ഇഷ്ടമാണ്. അങ്ങനെ അവിടെ പോയി കുറേ കമ്മലും മാലയൊക്കെ നോക്കി അങ്ങനെ നിന്നു. സമയമുണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.